ഇന്നത്തെ ആവേശകരമായ മാച്ച് കാണാൻ വന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മാച്ചാണ് മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ഇപ്പോൾ നടക്കാൻ പോകുന്ന മാച്ച് വളരെ അധികം വാശിയേറിയൊരു മാച്ചാവാം. കാരണം അത്രയും നല്ല ടീമുകൾ തമ്മിലാണ് കൂട്ടിമുട്ടുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കണമെന്ന് ഓരോ മലയാളിക്കുമുള്ള ഒരു ആഗ്രഹമാണ്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ മാച്ച് തുടങ്ങി ഏതാണ്ട് നിമിഷങ്ങൾ കടന്നിരിക്കുകയാണ്. ലൂണയുടെ കയ്യിൽ പന്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ബട്ട് ഓപ്പോസിറ്റ് ടീം എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ, എൻ്റെ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൺട്രോളിൽ വരുന്ന ബോൾ. ഓക്കെ, ലൂൺ അതുമായി ഗോൾ പോസ്റ്റിന് നേരെ കുതിച്ചു പോകുന്നു. ഇതൊരു ഗോളാവുമെന്ന് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസും ആഗ്രഹിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഷൂട്ട് ചെയ്യുകയും വാട്ട്, ഇറ്റ്സ് ആൻ ഓഫ് സൈഡ്. അങ്ങനെ ഒരു നല്ല അവസരം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നവാസാണ് ഈ ഫ്രീ കിക്ക് അടിക്കുന്നത്. ഓക്കെ, നവാസ് അടിച്ചതിന് ശേഷം ഓരോ മുംബൈ സിറ്റി പ്ലെയേഴ്സും പന്തുമായി കുതിക്കുന്നു. ഇപ്പോൾ പൊസിഷനിങ്ങിൽ നിന്നും മുംബൈ സിറ്റിക്കാണ് വിജയ സാധ്യത 53%. കേരള ബ്ലാസ്റ്റേഴ്സിന് വെറും 47% മാത്രമുള്ളൂ എന്നും ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ മാച്ച് തോൽക്കുമെന്ന് മിക്ക ആളുകളും ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏതൊരു മലയാളിക്കും ഇപ്പോൾ ഈ ഒരു മാച്ച് കാണുമ്പോൾ വളരെ വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. ഓക്കെ, എങ്കിലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പന്ത് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൺട്രോളിൽ വന്നിരിക്കുകയാണ്. പന്ത് ലൂണയുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ലൂണ പന്തുമായി ഗോൾ പോസ്റ്റിന് നേരെ കുതിക്കുകയാണ്. ആൻഡ് ഇറ്റ്സ് എ ഗോൾ. അടയാളപ്പെടുത്തുന്ന കാലമേ, വളരെ ഒരു അടിപൊളി ഗോളാണ് അടിച്ചിരിക്കുന്നത് നമ്മുടെ ആൻഡ്രിയൻ ലൂണ. A single sheet of paper can't decide my future എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആൻഡ്രിയൻ ലൂണ. അവർ അയച്ചുവിട്ട ഓരോ കത്തിനും മറുപടി നൽകിക്കൊണ്ട് ആൻഡ്രിയൻ ലൂണ മുൻപിലോട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ശബ്ദമെല്ലാം കുറഞ്ഞുകൊണ്ട് ഒരു പ്രതികാരം തീർത്താൻ നമ്മുടെ ആൻഡ്രിയൻ ലൂണ വന്നിരിക്കുകയാണ്. ആൻഡ്രിയൻ ലൂണ ഏതൊരു മലയാളിക്കും ഇപ്പോൾ വളരെ ആവേശകരമായ ഒരു സന്തോഷമുണ്ടാകും. വളരെ ആവേശം കൂടിയിട്ടുണ്ടാകും. ഇപ്പോൾ വളരെയധികം ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. കാരണം അത്രയും ആളുകൾക്ക് ഇപ്പോൾ ലൂണയുടെ മേത്താണ് പ്രതീക്ഷയുള്ളത്. ഈ ഒരു ലൂണയുള്ളത് കൊണ്ട് മലയാളികൾക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകാൻ സാധിച്ചു. ആ ലൂണയ്ക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട്. ആൻഡ് ഇപ്പോൾ ഒരു ഫൗൾ നടന്നിരിക്കുകയാണ്. ആൻഡ് മുംബൈ സിറ്റി നമ്മുടെ ഫൗൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, മുംബൈ സിറ്റിയുടെ കൺട്രോളിലാണ് ഇപ്പോൾ ബോളുള്ളത്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് പന്ത് എടുത്തിരിക്കുകയാണ്. ആൻഡ് ഓക്കെ, ഇത് ഗോളാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം സുഹൃത്തുക്കളെ. ഓക്കെ, പന്ത് പോയി വരുന്നു. നോ, പവർ കുറഞ്ഞു പോയി കേസ് അടിച്ചതിനും. എങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നമുക്ക് മാച്ച് ബാക്കി കാണാം. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ലൂണയുടെ കയ്യിൽ നിന്ന് ബട്ട് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുംബൈ എഫ് സിയിലെ പ്ലെയേഴ്സ്. അവർ വളരെയധികം കരുത്തോടെ തന്നെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചാൻസുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ മുംബൈ സിറ്റി ഡിഫെൻഡ് ചെയ്ത് കളിക്കുകയാണ്. ഇതിൻ്റെ തന്നെ നമ്മുടെ മുംബൈ സിറ്റിക്ക് ഒരു ഡിഫെൻഡ് ലൈൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഒരു ഗോൾ അടിക്കണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാകും എന്ന് എല്ലാവർക്കും മനസ്സിലാകും. ആൻഡ് ഇപ്പോൾ ഒരു ഗോൾ അടിക്കാൻ ശ്രമിച്ചെങ്കിലും തടുത്തു. അങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാവൽ മാലാഖിയായ ഗിൽ വളരെ ഒരു അപകടകരമായൊരു സന്ദർഭത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഹാഫ് ടൈമാണ്. ഓക്കെ, ഹാഫ് ടൈം കഴിഞ്ഞ മാച്ച് ഇനിയും തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ഇപ്പോൾ ഇറക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും മുംബൈ സിറ്റിയുടെ ഡിഫൻസ് വളരെ കരുത്തേറിയതാണ്. അതിനായി തന്നെ നമ്മുടെ പെരേറിയ ഡിയാസിന് ഒക്കെ ഒരു റെഡ് കാർഡ് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ മുംബൈ സിറ്റിയെ ടാക്കിൾ ചെയ്തതിന്. അങ്ങനെ ഇപ്പോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മാച്ചിൻ്റെ ഇടയിൽ നിന്നും മുംബൈ സിറ്റി ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പകരം വീട്ടാനായി വരുന്ന രീതിയിലാണ് വരുന്നതെങ്കിലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ ഇവരുമാർ അടിപൊളി ആട്ടമാടുന്നത് പോലെയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ എപ്പോൾ വേണമെങ്കിലും ഒരു ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. യെസ്, ഇറ്റ്സ് ഗിൽ. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാവൽ മാലാഖിയായ ഗിൽ വീണ്ടും പന്ത് ഡിഫെൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇതിഹാസപൂർവ്വം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മാച്ച് ജയിക്കാനായി ഗിൽ വളരെയധികം തന്നെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം.
ഓക്കെ, നമ്മൾ ലൂണയുടെ കയ്യിൽ നിന്ന് പന്ത് പോയിരിക്കുകയാണ്. മുംബൈ സിറ്റി FC ഇപ്പോൾ പന്ത് എടുത്തിരിക്കുകയാണ്. നമ്മൾ പന്ത് പിടിക്കാനായി ലൂണയും മറ്റ് താരങ്ങളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈ സിറ്റി കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും മുന്നേറാൻ സാധിക്കുന്നില്ല ഒരു കാഴ്ചയാണ്. ഓക്കെ, എഗെയിൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ ഫൗൾ ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുംബൈ സിറ്റിയിലെ പ്ലെയേഴ്സിനെ. ആൻഡ് ഇപ്പോൾ വീണ്ടും ഒരു ഫ്രീ കിക്ക് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും പന്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൺട്രോളിൽ വന്നു. ലൂണ പന്തുമായി മുന്നേറുകയാണ്. ഓക്കെ, ഒരു പാസ് കൊടുത്തില്ല. നമ്മുടെ മുംബൈ സിറ്റി അത് എടുത്തുപോയി. മുംബൈ സിറ്റി നന്നായി ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര പവർഫുള്ളായ ഒരു ഡിഫെൻസാണ് മുംബൈ സിറ്റിക്കുള്ളത്. ഇത് നമുക്ക് ഈ ഒരു മാച്ചിൽ നിന്ന് വളരെയധികം വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, എങ്കിലും തങ്ങളൊട്ടും പിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നേറുകയാണ്. എങ്കിലും നമ്മുടെ മുംബൈ സിറ്റിയുടെ ഡിഫെൻസ് കടക്കാൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. എത്ര നോക്കിയിട്ടും അവർക്ക് പെനാൽറ്റി ബോക്സിൻ്റെ അകത്ത് കയറാനായിട്ട് സാധിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെനാൽറ്റി ബോക്സിനകത്തോട്ട് മുംബൈ സിറ്റി കയറിയും ഇറങ്ങിയും പോകുന്നുണ്ടെങ്കിലും മുംബൈ സിറ്റിയുടെ പെനാൽറ്റി ബോക്സിനകത്തോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനൊന്ന് കയറാൻ പോലും സാധിക്കുന്നില്ല. അത്രയും കരുത്തുള്ള ഒരു ഡിഫൻസാണ് മുംബൈ സിറ്റി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അടിപൊളിയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുംബൈ സിറ്റി. മുംബൈ സിറ്റി ത്രോ ഇടുകയാണ്. ഓക്കെ, ത്രോ ഇട്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ മുംബൈ സിറ്റിയുടെ കൺട്രോളിലാണ് പന്ത്. അവരിനിയും നമ്മുടെ കോട്ടയ്ക്കകത്തോട്ട് കയറുമോ എന്ന് നോക്കാം. അതിന് പകരമായി ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്രയും നല്ല ഡിഫൻസ് ഒന്നും ഇതുവരെ ഇല്ല. അവരൊരുപാട് തവണ കയറുന്നുണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വീണ്ടും അവരടിക്കാൻ നോക്കുകയാണെങ്കിൽ ലൂണയുടെ അടുത്താണ് പന്തുള്ളത്. പോയിരിക്കുകയാണ്. ഓക്കെ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ പന്ത് കിട്ടുന്നുണ്ടെങ്കിലും സ്ലൈഡ് ചെയ്തിട്ട് പന്ത് എടുക്കുകയാണ് മുംബൈ സിറ്റിയിലുള്ള ഓരോ പ്ലെയേഴ്സും. അങ്ങനെ ടൈം 4 മിനിറ്റ് എക്സ്ട്രാ ടൈമാണ് ഇപ്പോഴുള്ളത്. 4 മിനിറ്റിനകം ഈ മാച്ചും തീരുകയാണ്. അതിനകം മുംബൈ സിറ്റി ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ ടൈം വേണ്ടി വരും. അതില്ലെങ്കിൽ ഈ ഒരു മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നതാണ്. അങ്ങനെ ഫുൾ ടൈം കഴിഞ്ഞു. ഈ ഒരു മാച്ചിൽ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. അതിസാഹസികമായി തന്നെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ ഒരു ആവേശകരമായ മാച്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ മലയാളം കമൻറ്റുള്ള മാച്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. എന്തൊരു പ്ലേലിസ്റ്റ് തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ആണ് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ നാളെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റൊരു ലിമിറ്റഡ് ബൈ.